നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിവിടെ നോക്കുന്നത് നമ്മൾ ധാരാളം ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും പല എഡിറ്റിംഗ് ആപ്ലിക്കേഷനുകളും പല രീതിയിലുള്ള ഫിഷിംഗ് അറ്റാക്കുകളും മറ്റും ഉണ്ടാകുന്നതായ റിപ്പോർട്ട് വരാറുണ്ട്. പലപ്പോഴും പ്ലേ സ്റ്റോറിൽ നിന്നും ഏറ്റവും കൂടുതൽ റിമൂവ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകൾ ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനുകളാണ്. ഇത്തരം സാഹചര്യത്തിൽ ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ നമുക്ക് നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഫോട്ടോകളുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഇത് ചെയ്യുന്നതിനായി നിങ്ങളുടെ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഇതിൽ നിന്ന് നിങ്ങൾ റിമൂവ് BG എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. റിമൂവ് BG എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ ആദ്യം വരുന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ നിന്നും ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ ഇങ്ങനെ എത്തിച്ചേർന്നാൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് ഏത് ഫോട്ടോയുടെ വേണമെങ്കിലും ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കളയുന്നതിനെ സാധിക്കുന്നതാണ്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഓപ്ഷൻ വന്നതിന് ശേഷം നിങ്ങളുടെ ഗാലറിയിലേക്ക് പോകുന്നതിനായി അപ്ലോഡ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഇമേജുകൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് ഫോട്ടോയാണോ സെലക്ട് ചെയ്യുന്നത് ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായും നമുക്കിവിടെ നിന്ന് മാറ്റുന്നതിനായി സാധിക്കും. ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തു, ഡൺ കൊടുത്തു. നിങ്ങൾ ഇന്റർനെറ്റിന്റെ സ്പീഡ് അനുസരിച്ചിട്ട് വേഗത്തിൽ ഈ സാധനം ചെയ്യുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നോക്കാം. അപ്പോൾ ഒരു 10 സെക്കൻഡുകൾക്കകത്ത് ഞാൻ കൊടുത്ത ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായും ഒഴിവായിരിക്കുന്നതായി നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഫോട്ടോയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം. അതുകൂടാതെ ഞാനിപ്പോൾ ഡൗൺലോഡ് കൊടുത്തപ്പോൾ അത് എൻ്റെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതുകൂടാതെ നിങ്ങൾക്ക് ഡൗൺലോഡ് ഹൈ റെസൊല്യൂഷൻ എന്നൊരു ഓപ്ഷനിലേക്കും പോകാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ സൈനപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഫ്രീ ആയി സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ നിങ്ങൾ ക്രെഡിറ്റ് എന്നുള്ള ഓപ്ഷനാണ്. അതുകൂടാതെ നിങ്ങൾക്ക് മറ്റുള്ള സോഫ്റ്റ്വെയറുകളുമായി ആഡ് ചെയ്തും ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയ ഒരു ഫോട്ടോയുടെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ എഡിറ്റ് ചെയ്യുന്നതിനും ഉള്ള സംവിധാനവും ഈ ഒരു വെബ്സൈറ്റ് നൽകുന്നുണ്ട്. അതിനെ ഇവിടെ കാണുന്ന ബ്രഷ് അല്ലെങ്കിൽ എഡിറ്റ് എന്നിട്ടിരിക്കുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ഇവിടെ ബ്ലറായിട്ടുള്ള ഇമേജുകൾ, നിങ്ങൾക്ക് ബ്ലർ ഇമേജ് എന്ന് പറയുന്ന സാധനം ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് സാധിക്കും. ബ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഫോട്ടോകളുടെ തന്നെ ബാക്ക്ഗ്രൗണ്ടുകൾ പല രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യുന്നതിനായി ഒരു ഓപ്ഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നിങ്ങളുടെ നെറ്റിന്റെ വേഗതയും അനുസരിച്ച് ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറി മാറി വരുന്നതായി നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോണിലും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് പല ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള കളറുകളും താഴെ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കളറുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണിത്. നിങ്ങളത് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒരു കമന്റ് രേഖപ്പെടുത്തി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഈ അറിവൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ മാറ്റുന്ന ഒരു ഫോട്ടോ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏറ്റവും മുകളിൽ കാണുന്ന ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്യാനുള്ള സംവിധാനവും നൽകിയിട്ടുണ്ട്. ആ ഡൗൺലോഡ് എന്ന് പറയുന്നത് കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായി ഡൗൺലോഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ പോയി നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കായി നിങ്ങൾക്ക് ഇവിടെ നിന്നും ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ഈ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ച് കണ്ടോ, ഞാനിപ്പോൾ മാറ്റിയ ബാക്ക്ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ബാക്ക്ഗ്രൗണ്ടിൽ മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. അത് നമുക്കിനി ഒരു കാര്യം കൂടെ നോക്കാം. നമ്മൾ നേരത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ ഏത് രീതിയിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് നമ്മുടെ ഗാലറിയിൽ പോയാൽ നമുക്ക് മനസ്സിലാവും. ഗാലറി നമ്മൾ ചെല്ലുമ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന പ്ലെയിനായി വന്ന ഫോട്ടോയും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഈ ഫോട്ടോ എത്രത്തോളം വ്യക്തതയോടെയാണ് കട്ട് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഏതൊരുവിധ സംവിധാനവും ഇവിടെ കാണുവാനില്ല. തികച്ചും ക്ലിയറായി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.